ഒന്നാമതായി നിങ്ങളും ഞാനും ചെയ്യേണ്ട ഒരു കാര്യം, കമ്മിറ്റിക്കാർ ഒരു കർശന തീരുമാനത്തിലെത്തണം. 9 മണിക്ക് വെള്ളിയാഴ്ച ജുമാഅത്ത് പള്ളിയിൽ എത്തുക. ഇത് കർശനാക്കണം. 10 മണിക്കപ്പുറം എഴുതി കൊടുക്കാൻ പാടില്ല. ഞാൻ അഡ്വാൻസ്ഡ് ആണ്. ഇത് ഇവിടേക്ക് നിങ്ങൾ ഇൻഷാ അല്ലാഹ് 10 കൊല്ലം കഴിഞ്ഞാൽ എത്തിച്ചേരും. അതിന് പറ്റാത്തൊരു കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണത്. സഹായിച്ചോട്ടെ, കമ്മിറ്റിയിൽ ഉണ്ടാകാൻ പാടില്ല. അത് പറ്റൂല. 1, വെള്ളിയാഴ്ച ജുമാ വരെയുള്ള എല്ലാ കാര്യവും, ഏത് കാര്യവും മംഹൂഖുൻ അനിൽ ബറക്കത്തി, ഏത് കർമ്മത്തിനും ബറക്കത്ത് ഉണ്ടാവില്ല. ഏത് എഴുതാത്ത കിതാബില്ല, ഇല്ല ഫിനിക്കാഹി. മനസ്സിലായില്ല? വെള്ളിയാഴ്ച ചെയ്യുന്ന എല്ലാ തൊഴിലും ജുമാ വരെ ബറക്കത്ത് ഉണ്ടാവില്ല. ജുമാ കഴിഞ്ഞാലോ ഫൈദാ ഖുളിയത്തി സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാ. അത് കഴിഞ്ഞാൽ ഫദ്ൽ അല്ലാഹുവിന്റെ ഫദ്ൽ തേടി ഇറങ്ങാം. എന്താ ഒരാഴ്ചയിൽ പീടിക ഉദ്ഘാടനം ചെയ്യാൻ നല്ല സമയം? വെള്ളിയാഴ്ച ജുമുഅ വരെ പങ്കെടുക്കുക. ജുമുഅ കഴിഞ്ഞ് നേരെ ഇറങ്ങുക, ഷട്ടറാണ് കൊണ്ടിരിക്കുക, തന്നെ പീടിക ഉദ്ഘാടനം. കാരണം ഖുർആൻ പറഞ്ഞതാണ്, ഇത് കമ്മിറ്റിക്ക് കർശനമാക്കണം. അതിന് യോഗ്യന്മാരെ കമ്മിറ്റിയിൽ എടുക്കുമെന്ന് വന്നാൽ അവിടേക്ക് നമ്മൾ ആളുകൾ വരും. അതിന് പറ്റൂല. ഏതൊരാളും ഞാൻ നിങ്ങൾക്ക് സത്യം പറഞ്ഞുതരാം, അതിന് പറ്റൂലേ. ജി രാജ്യച്ചളങ്ങായി എന്തിനാ മേശറി കൊടുക്കാൻ നിൽക്കണ? നമ്മളെ പ്രസിഡന്റ് നടക്കൂല. ഈ രാജ്യച്ചളങ്ങായി ഇയ്യം മരിച്ചോ എന്ത് ചെയ്യും? എടോ, ഇജന്റെ പണി തീർന്ന അവിടെ പള്ളി പ്രസിഡന്റ് വേണ്ടേ? നിന്റെ പണി തീർന്ന അവിടെ പള്ളി സെക്രട്ടറി വേണ്ടേ? മുസ്ലിംമാർ ചെയ്യേണ്ടത് ആർക്കും വേണ്ടി ഒപ്പിക്കരുത്. അത് മുസ്ലിംമാർ ചിന്തിക്കണം. കമ്മിറ്റി പ്രസിഡന്റ് നിങ്ങൾ പറഞ്ഞാൽ ഇയാൾ ദേശം കോഴിക്കോട് പണി നോക്കി പോട്ടടോ. കാര്യമായി പറയണം. അവ്വലു ബിദ്അത്തിൻ ഫിൽ ഇസ്ലാമി തഖീറു ഇത്യാനിൽ ജുമുഅ. മുസ്ലിം സമുദായം നശിക്കാനുള്ള ആദ്യത്തെ കാരണം ജുമുഅക്ക് വരൽ നേരം വൈകിയതാണ്. ബാബുൽ ജുമുഅ യഹ്യാ ഉലൂമുദ്ദീൻ എടുത്തു നോക്കിക്കളി. ഇതൊക്കെ പഠിച്ചവരല്ലേ ഇവര്? മുസ്ലിം ലോകം തകരാനും ദുആ സ്വീകരിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പറയ്. മുസ്ലിം സമുദായത്തിലും മഹലിലും അള്ളാന്റെ ബർക്കത്തില്ലാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വെള്ളിയാഴ്ച ജുമുഅക്ക് വരുന്നത് വൈകിയ തുടങ്ങിയതാണ്. എവിടെ ഉണ്ട്? യഹ്യയിലുണ്ട്, ബാബുൽ ജുമുഅയിലുണ്ട്. കുന്നാ നുഫ്തിറു ബഅദൽ ജുമുഅത്തി, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്ന ജുമുഅ കഴിഞ്ഞിട്ടാണ്. മുവത്തയിലുണ്ട്. അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യൂലെ ജിയാമതിയാണ്ട സഹായിക്കോ? പള്ളി പ്രസിഡന്റും സെക്രട്ടറി 9 മണിക്ക് ജുമുഅക്ക് വരണം. ലാസ്റ്റ് 10 മണി. അത് കർശനാണ്. കമ്മിറ്റിയും അവിടെ കണ്ട് എത്തിയ കാര്യം നന്നാവും. എന്തുകൊണ്ട് മനസ്സിലാവണില്ല? ആ വ്യക്തിക്ക് അല്ലാഹുവിന്റെ ബറക്കത്തുണ്ടാവും. വെള്ളിയാഴ്ചയെ ബഹുമാനിച്ചാൽ റബ്ബിന്റെ ബറക്കത്തുണ്ടാവും. വെള്ളിയാഴ്ചയെ നിന്ദിച്ചാൽ ആ മനുഷ്യന് അല്ലാഹുവിന്റെ കോപമുണ്ടാവും. അല്ലാഹു വമൻ യുഅല്ലിം ശആയിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹുവിന്റെ അടയാളങ്ങളെ ബഹുമാനിക്കണം. അത് മുത്തഖീങ്ങൾക്ക് കഴിയുകയുള്ളൂ. മുത്തഖിയാണ് പള്ളി ഭരിക്കേണ്ടത്. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വ അഖാമ സ്വലാത്ത വ ആത സക്കാ വലം യഖ്ശ ഇല്ലല്ലാഹ്. ആരാ പള്ളി ഭരിക്കേണ്ടത്? മുത്തഖീങ്ങൾ. മുത്തഖീങ്ങൾ ആരാ? അല്ലാഹുവിന്റെ അടയാളങ്ങൾ ബഹുമാനിക്കുന്നവർ. വമൻ യുഅല്ലിം ശആയിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലെങ്കിൽ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞോണം, അല്ലെങ്കിൽ സെക്രട്ടറി, അല്ലെങ്കിൽ കമ്മിറ്റി പള്ളി വന്ന് ഉസ്താദിനോട് പറയാം, ഉസ്താദെ ഇന്ന് എനിക്കിങ്ങനെ അർജന്റ് ഉണ്ട്, ഈ വെള്ളിയാഴ്ച ഞാൻ കുറച്ച് നേരം പോയിക്കും, അല്ലെങ്കിൽ ഇന്ന് ഉണ്ടാവില്ല. ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ അയാൾ വേറൊരു പള്ളിക്ക് ഖത്തീബായിരിക്കണം, മുക്രിയായിരിക്കണം. അവർക്ക് ഈ പള്ളിയിൽ അങ്ങനെ കൃത്യമായി വരാൻ കഴിയില്ല ജുമാക്ക്. മനസ്സിലല്ലേ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ അതിന് കഴിയൂലേ.
എത്ര സംഘടന സ്ഥാപനം വേറെ ഉണ്ട്, ക്ലബ്ബ്, അവിടെ പ്രസിഡന്റ് ആവാലോ, സെക്രട്ടറി ആവാലോ, വയറു കമ്മിറ്റി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ പറയും മനുഷ്യന്മാരെ, മജ്‌ലിസുന്നൂർ കമ്മിറ്റി, അവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് കമ്മിറ്റി വേറെ ഉണ്ടാക്കാം. പള്ളി കമ്മിറ്റി നടക്കൂല. അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റ് അങ്ങനെ ആളെ കിട്ടണ്ട. ഒരു പ്രസിഡന്റ് ഇല്ലാതെ ഈ പള്ളി നടക്കും. 2 കബീലക്കാർ തമ്മിൽ തിണങ്ങിയപ്പോൾ ഒരു നാട്ടിലെ ഒരു കാരണം ഉണ്ടായിരുന്നു, അപ്പു മലയാളി. അപ്പു മനസ്സിലായില്ല, ഈഴവനായ അപ്പു. എൻ്റെ ബാപ്പ എന്നോട് 100 വട്ടം പറഞ്ഞത്, എടാ ആ മഹല്ല് നിനക്കറിയോ, ആ മഹല്ല് ഒരിക്കൽ ഞാൻ ഖത്തീബായിരുന്നു. അപ്പോൾ ബാപ്പനോട്, എടാ അവിടെ മുത്തവല്ലി അപ്പു ഇരുന്നു. പക്ഷെ അപ്പു ഭയങ്കര ഈമാനുള്ള അപ്പുവാ. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നറിയോ, അപ്പോൾ ഒരാൾ ഹിന്ദു അല്ലേ, അദ്ദേഹം എന്ത് ചെയ്യും, നേരത്തെ കാലത്തെ വെള്ളിയാഴ്ച പള്ളിക്ക് പുറത്തെ ചായപ്പീടി ഉണ്ട്, ആ ചായപ്പീടിയിൽ വന്നിരിക്കും അപ്പു. അപ്പോൾ ഒരാൾ അവിടെ വന്നിരിക്കും. ഒരു നാട്ടിൽ പ്രധാനപ്പെട്ട 2 കബീലക്കാർ തമ്മിൽ പിണങ്ങി. എന്നിട്ട് ഒരു കൂട്ടർ വേറൊരു പള്ളി ഉണ്ടാക്കാൻ പോയപ്പോൾ ഇടപെട്ടു. ആര്? അപ്പോൾ ഒരാൾ ഇടപെട്ടു. അപ്പം മുതലാളി ഇടപെട്ടിട്ട് എന്ത് ചെയ്ത് മസ്ലഹത്താക്കി തൽക്കാലം ഭരണം ആരേറ്റെടുത്തു? അപ്പോൾ ഒരാളെ ഏറ്റെടുത്തു. എന്നിട്ട് എന്ത് ചെയ്യും, ചായപ്പീടിയിൽ പുറത്ത് വന്നിരിക്കും, മുസ്ലിംകാരോട് ലോകി, അവിടുത്തെ എല്ലാ കാര്യം. ആ ഏരിയയിലെ അനവധി സ്ഥലങ്ങളിൽ 2-3 സ്ഥലങ്ങളിൽ പിന്നെ നിസ്കാരപ്പള്ളിക്ക് സ്ഥലം കൊടുത്തത് അപ്പോൾ ഒരാളിയാ. അക്കാലത്ത് എത്രയോ സ്ഥലങ്ങളിൽ അങ്ങാടിയിൽ ഈ കാലയളവിൽ ആരോ പോയിട്ട് അപ്പോൾ ഒരാളിയോട് പറഞ്ഞു, പിന്നെ രാവിലെ ആശുപത്രി പോകാൻ വേണ്ടിയൊക്കെ പുഴയും കടന്ന് വരുന്ന ആളുകൾക്ക് സുബഹി നിസ്കരിക്കാൻ നിർവാഹമില്ല മലയാളി, അപ്പോൾ എന്താ വേണ്ടത്? അപ്പോൾ പറഞ്ഞു, അതിന് സ്ഥലം തന്നാൽ പോരെ, നിങ്ങൾ പള്ളി എത്തിക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങാടിയുടെ തൊട്ട് കനകപ്പെട്ട സ്ഥലം അപ്പോൾ ഒരാളെ കൊടുത്തു. ആ സ്ഥലത്താണ് നിസ്കാരപ്പള്ളി ആയിട്ട് ഇപ്പോൾ ജുമാഅത്ത് പള്ളി. ആ അങ്ങാടിയിൽ ആയിരക്കണക്കായ ആളുകൾ ജുമാഅത്ത് കൂടുന്ന ജുമാഅത്ത് പള്ളി അപ്പോൾ ഒരാളെ കൊടുത്താണ്. മലപ്പുറം ജില്ലയിൽ ഒരങ്ങാടി, അപ്പോൾ ഒരാളി വന്നിരിക്കും. ജുമാ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞാൽ ദിക്റും സലാത്തൊക്കെ തുടങ്ങുമ്പോൾ മൂപ്പര് വേഗം വന്നിരുന്ന് പള്ളിയുടെ പുറത്തൊരു തിണ്ടുണ്ട്, ആ തിണ്ടിൽ വന്നിരിക്കും. പൈസ കിട്ടിയതൊക്കെ എണ്ണി കിട്ടപ്പെടുത്തി റെസീറ്റ് എഴുതി അത് മൂപ്പര് കൊണ്ടുപോകും. മൂലർക്കും മുക്കരിക്കുള്ള പൈസയും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും, എല്ലാ കാര്യങ്ങളും. ഒരു 10-40 കൊല്ലം മുമ്പുള്ള കഥ പറയാണ്, മനസ്സിലായില്ലേ പറഞ്ഞ? അപ്പം അപ്പു മുതലാളി നടത്തുന്നതാണ് ഇതൊക്കെ, മനസ്സിലായില്ല? നമ്മളപ്പോൾ മുതലാളിയല്ലല്ലോ, നമ്മൾ ഇത് നിയമമാണ്. അതിന് ഒന്നും നിങ്ങൾ വിചാരിക്കരുത് ഇപ്പം നിങ്ങൾക്ക് ദേശം എനിക്ക് പ്രശ്നം തന്നെയല്ല. എനിക്ക് ലോകം ദേഷ്യപ്പെട്ടാലും പ്രശ്നമില്ല. എനിക്ക് ഞാൻ പഠിച്ച് പറയാ, നമ്മുടെ സമുദായം നന്നാവണം. ഇത് കമ്മിറ്റിക്ക് നിർബന്ധമാണ്. കാരണം നാട്ടിൽ ഉമറാക്കണം. എന്തുകൊണ്ട്? വെള്ളിയാഴ്ച നിസ്സാരപ്പെടുത്തിയ ആൾക്ക് പറക്കട്ടുണ്ടാവില്ല. എവിടെ ഉണ്ട്? ആയിരക്കണക്കായി കിതാബിൽ എഴുതിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവർ പറയട്ടെ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ മഹത്വമാണ് എന്ത്? വെള്ളിയാഴ്ച ബഹുമാനിക്കുക. ഖൈറു യൗമിൻ ത്വലഅത് ഫീഹി ശംസു യൗമുൽ ജുമുഅ. ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വെള്ളിയാഴ്ചയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വെള്ളിയാഴ്ചയാണ്. അതിന് കഴിയൂലേ? കമ്മിറ്റി ആവണ്ട, വേറൊരാളാവും. അവിടേക്ക് നമ്മൾ ഒന്നും വിചാരിക്കരുത് കേട്ടാ, നിങ്ങളൊന്നും വിചാരിക്കരുത്. നമ്മൾ കാര്യം നടക്കണ്ടേ? ഇതൊക്കെ ഇവർ പറയുന്നത് എന്താണെന്നറിയോ? ഏത് ഇംഗ്ലീഷുകാർക്കും പറയാവുന്ന വർത്താനാണ്. ഇത് മുഅ്മിനീങ്ങൾക്ക് പറയാൻ കഴിയുള്ളൂ. നിങ്ങൾ ഇതിൻ്റെ കൂടെ അല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മഹല്ല് നന്നാവാൻ വേണ്ടി ഡ്രൈവർമാർക്ക് വേറെ യോഗം വിളിക്കുക, ഓട്ടോ ഡ്രൈവർമാരെ വേറെ യോഗം, പെണ്ണുങ്ങളെ വേറെ യോഗം. ഇതൊക്കെ യൂറോപ്പിൽ നടക്കുന്നുണ്ട്. എന്നിട്ട് ഓരോന്നും അവലിയപ്പാപ്പ വെച്ചില്ല. അത് തെറ്റാണെന്നല്ല, അതൊക്കെ കാലഘട്ടത്തിൻ്റെ അനിവാര്യതകളിലാണ്. ഇനി ഇതിലേക്കൊരു ഇഞ്ചക്ഷൻ വരണം. എന്ത്? ഇലാഹിയായ നുസ്രത്ത്. അതാണിത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. മറ്റൊക്കെ കോലം വരച്ചുണ്ടാക്കലാണ് നേരത്തെ പറഞ്ഞൊക്കെ. ഇനി അതിലേക്ക് കരണ്ട് പാസ് ചെയ്യണം. എന്ത്? അള്ളാഹുവിൻ്റെ സഹായം. ആ സഹായമാണ് എന്ത്? ഒന്നാമത്തെ എന്തെന്നെ? വെള്ളിയാഴ്ചയെ ബഹുമാനിക്കണം. വെള്ളിയാഴ്ചയെ ബഹുമാനിക്കാത്ത ഒരാൾക്ക് എന്ത്? ആ സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്നാ നടക്കണത്? എന്നാ നടക്കണത്? വെള്ളിയാഴ്ച. എല്ലാ വക്തും ഉണ്ടെങ്കിലും വെള്ളിയാഴ്ച പ്രധാനല്ലേ? നിങ്ങൾ പറയും, ആദ്യത്തെ പള്ളി കമ്മിറ്റി ആണല്ലോ അസ്ഹാബ് റസൂലില്ല അല്ലേ? മുവത്തയിലെ ഹദീസ് ഇരിക്കണ ചോദിക്കി, കുന്നാൻ നുഫ്തിറു ബഅദൽ ജുമാഅത്തി, ഞങ്ങൾ ജുമാ നിസ്കരിച്ചിട്ടാണ് ഫുത്തൂർ കഴിക്കാറുണ്ടായിരുന്നത്.
എൻ്റെ ഉസ്താദും സമസ്ത കേന്ദ്ര മുഷാവർ അംഗവുമായിരുന്ന കാപ്പിൽ ഉമർ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ ബഹുമാനപ്പെട്ടവർ ഈ ഹദീസ് ഓതി തന്നിട്ട് ചിരിച്ച് കുറെ നേരം ഇങ്ങനെ കുരുങ്ങി ചിരിച്ച് അത്തെ പള്ളിയിൽ ദർശനം നടക്കാം. എന്നിട്ട് പറഞ്ഞേ, എടാ ഈ ഹദീസ് ചേകനൂര് കാണാൻ ഞാൻ നന്നായി. ഈ ഹദീസ് എങ്ങാനും ചേകനൂര് കണ്ടിരുന്നെങ്കിൽ 8 മണിക്കാണ് ജുമാ എന്ന് പറയായിരുന്നു. മനസ്സിലായില്ല. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നത് പറയേ ജുമാന് ശേഷമാണ് എന്ന ഹദീസ്. ശ്രദ്ധിക്കണേ. അതിന് കാരണം ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇത് വളച്ചൊടിക്കുക ആർക്ക്? ചേകനൂരിന്. എന്നിട്ട് ചേകനൂരിനെ പോലത്തെ എന്ത് പറയാ? പഴയ കാലത്ത് ജുമാ നടന്നിരുന്നത് 8 മണിക്കാണ് 8:30 പറയാ. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഞങ്ങൾ സുബഹിക്ക് പോയാൽ പിന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങൂല, ഞങ്ങളവിടെ കൂടും. ചിന്തിക്ക്. ഹദീസിന്റെ കിതാബുകളും ഫിഖിന്റെ കിതാബിലും ഒരു വല്യമാനെ പറ്റി പറയുന്നുണ്ട്. എന്താ വല്യമ്മ? അവര് തത്തഹിദുൽ അരീസ, അരീസ് എന്ന ഒരു പലഹാരം അവരുണ്ടാക്കും. എന്നിട്ട് വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞാൽ ഉടനെ അവർ പള്ളിയുടെ മുറ്റത്തേക്ക് കൊണ്ടുവരും. ഈ വൃദ്ധ ജുമാ കഴിഞ്ഞ ആളുകളെല്ലാം ഇത് ഓടിപ്പോയി കഴിക്കും. റസൂലുള്ളാഹിയുടെ കാലത്ത്. മനസ്സിലായില്ല? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ല? എന്തുകൊണ്ട് അത്ര വിശപ്പാണ്, ഒന്നും കഴിച്ചിട്ടില്ല. അസ്ഹാബു റസൂലില്ലാഹ്. ഇത് ശരിയായ ഓട്ടോമാറ്റിക്കലി ഒക്കെ ശരിയാവും. ഇത് ശരിയായ ഒക്കെ ശരിയാവും, എല്ലാം ശരിയാവും. എല്ലാം. പിന്നെ അവിടെ പള്ളിയിൽ ഏതെങ്കിലും പൈപ്പ് വെള്ളം ഒഴുകുന്നുണ്ടോ പോകുന്നുണ്ടോ ഇതൊക്കെ നോക്കാൻ കമ്മിറ്റിക്ക് നേരം ഉണ്ടാവും. കാരണം അവർ നേരത്തെ കാലത്തെ പറയും പള്ളിയിൽ വരുന്നുണ്ട്, കമ്മിറ്റിയുടെ കാര്യം ലെവലാവും. ഒക്കെ കമ്മിറ്റിക്കാർ തമ്മിലൊരു ബന്ധം ഉണ്ടാവും. അൽക്കഫ് ഓടാൻ കഴിയും. അൽക്കഫ് കമ്മിറ്റിനെ അൽക്കഫ് ഓതില്ലെങ്കിൽ ആരോടും? കമ്മിറ്റി തന്നെ അൽക്കഫ് ഓടില്ലെങ്കിൽ ആരോടും? ആരാ പിന്നെ ഓടുക? സ്ക്വാഷ് വെക്കുന്ന ഒരാളെ എനിക്കറിയും. ഈ എന്താ പറയുക, കൊക്കക്കോള പോലത്തെ കോളകൾ ഉണ്ടാക്കിയിട്ട് പൊരേന്നുണ്ടാക്കും. മനസ്സിലായില്ല? കൊക്കക്കോള പോലത്തെ ഒരു സ്ക്വാഷ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പീടിയെ കൊണ്ടുപോയി കൊടുത്തിട്ട് വിൽക്കുന്ന ഒരാളെ എനിക്കറിയാം. ഒരു കുടിൽ വ്യവസായം. അവൻ്റെ മനസ്സിലായില്ല, സോഡയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ, സോഡ ഉണ്ടാക്കുന്നത് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഇവൻ കടയിൽ കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് ഇവനൊരു കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അവൻ മെല്ലെ മറ്റേ കടയിൽ പോയി മെല്ലെ ഇരിക്കും. ആരെങ്കിലും ഇത് കുടിക്കണുണ്ടോയെന്ന് അറിയാൻ. ഇത് ആരെങ്കിലും കുടിക്കണുണ്ടാ ഇവൻ പെരും ചിരിയിരിക്കും. കാരണം ഇക്കാലം വരെ ഇവൻ കുടിച്ചിട്ടില്ല. ചിന്തിക്ക്. എന്നാൽ പോലെ നമ്മളാവാൻ പറ്റൂലല്ലോ. നമ്മൾ ഇതിനൊക്കെ കഴിയോ? ഇതന്നെ. ഇല്ലെങ്കിൽ അള്ളാഹിന്റെ പൊരുത്തം ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തം ഉണ്ടാവില്ല. എന്തിനാ കമ്മിറ്റി ആവണത്? അള്ളാഹിനെ കൂലിട്ടാനല്ലേ. അതിൽ ആ നിയമങ്ങൾ പാലിക്കണ്ടേ? അൽക്കഫിന്റെ കൂടെയുള്ള സ്വലാത്ത് പഴയ കാലത്ത് പള്ളികളിൽ 100 കണക്കിനുണ്ടായിരുന്നു. ഇപ്പോൾ അത് പള്ളികളിൽ കാണാനില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഓടുന്നവര് ഇല്ല. മനസ്സിലായില്ല? അൽക്കഫും അൽക്കഫിന്റെ സ്വലാത്തും ഇത് വേറെ ഉണ്ടായിരുന്നു. കൂട്ടിക്കെട്ടിയിട്ട് 7 മാർക്കറ്റിലുണ്ട്. പക്ഷെ ഇപ്പോൾ അത് പള്ളികളിൽ കാണാനില്ല. വലിയ വലിയ പെട്ടികൾ വെക്കും. ആ പെട്ടികളിൽ ഇങ്ങനത്തെ ഏടുകൾ ഉണ്ടാവും. ഒരു വട്ടം ഓടും, അതിൻ്റെ സ്വലാത്തോടും, പിന്നെ മടക്കി അൽക്കഫ് ഓടും, പിന്നെ സ്വലാത്തോടും. സുബ്ഹാനല്ലാഹ്. അൽക്കഫിന്റെ സ്വലാത്ത് ഒരാൾ വെള്ളിയാഴ്ച ഓടിയാൽ അവൻ അത് മതിയാവും. അത്ര ഭംഗിയുള്ള സ്വലാത്ത് ഞാൻ എൻ്റെ ആയുസ്സിൽ കണ്ടിട്ടില്ല. ആ മനുഷ്യന് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അൽക്കഫും അൽക്കഫിന്റെ സ്വലാത്തും ഓടുക വെള്ളിയാഴ്ച. ഇത് നമ്മൾ അൽക്കഫ് ഒരു ആഴ്ച വെള്ളിയാഴ്ച അൽക്കഫ് ഓതിയാൽ 100 ബൈനൽ ജുമുഅത്തൈനി, അടുത്ത ജുമുഅ വരെ ഈമാനിന്റെ പ്രകാശം അയാളിൽ ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ നീട്ടൂലട്ടാ. ഞാൻ നീട്ടിയൊന്നും നിങ്ങളോട് സംസാരിക്കൂല. ഇത് വളരെ ഗൗരവമാണ്. ഇത് വളരെ ഗൗരവമാണ്. ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വീടിൽ ബർക്കത്ത് ഉണ്ടാവില്ല. ബർക്കത്ത് ഉണ്ടാവില്ല. അത് ആ പള്ളി ലെവലാവൂല. ആ പള്ളിയിലെ കാര്യങ്ങൾ ലെവലാവൂല. ഈ ഭൗതിക കാര്യങ്ങൾ പോലെ എങ്ങനെ നടക്കും? ഒരു ബർക്കത്ത് ഉണ്ടാവില്ല.
ഇതൊക്കെ നമ്മൾ എടുത്തു പോയതിന് ശേഷമാണ് പള്ളി ചന്തപ്പുര പോലെയായത്. റുഫിയാത്തിൽ അസ്വാത്തു ഫിൽ മസാജിദ്, പള്ളിയിൽ ശബ്ദ കോലാഹലം അധികരിക്കൽ മിൻ അലാമത്തി ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. എന്തുകൊണ്ട്? ആ പള്ളിയിൽ എന്തില്ല? അള്ളാഹിന്റെ ഒരു പൊരുത്തപ്പെട്ട ആളുകളില്ല. ഇത് അവസാനത്തെ ഖുത്ബ, രണ്ടാമത്തെ ഖുത്ബ അവസാനിക്കുമ്പോൾ ഉത്തരവ കമ്മിറ്റിക്കാരെന്നെ അപ്പോഴാ വന്ന് കയറുക. ആദ്യം അവർ പോകും ചെയ്യും, മാസത്തിലൊരു കമ്മിറ്റിക്ക് വരും. മനസ്സിലായില്ലേ? പറഞ്ഞു നടക്കൂല. അപ്പോൾ കമ്മിറ്റിയാകുമ്പോൾ നിബന്ധന വെക്കണം. എന്ത്? വെള്ളിയാഴ്ച ജുമാക്ക് നേരത്തെ വരാൻ കഴിഞ്ഞാൽ കമ്മിറ്റിയായ മതി. ആളെ കിട്ടിയില്ല, 11 അംഗ കമ്മിറ്റി മതി, കുഴപ്പമില്ല. 36 അംഗ കമ്മിറ്റി ആണെങ്കിൽ കൂടുതൽ തന്നെ ഉണ്ടാവുള്ളൂ മിക്കവാറും. മനസ്സിലായില്ല? കുറെ ആളെ കിട്ടിയിട്ട് കാര്യമല്ല. ഒരൊറ്റ തവണ അങ്ങനെ നടന്നാൽ അടുത്ത കൊല്ലം വീണ്ടും കമ്മിറ്റി മാറ്റി ഞങ്ങൾ കുഴപ്പമില്ല വിചാരിക്കണ്ട. ഈ നിയമം പാലിക്കുന്ന ഒരു 30-50 ആളുകൾ ആ മഹല്ലിൽ പറ ഉണ്ടാകും. ഇല്ലെങ്കിലോ ഇതിങ്ങനെ തേഞ്ഞാണ് പോകും. യുദ്ധം ചെയ്യണം. അൽക്ക പോരാത്തവൻ കമ്മിറ്റിയാവണ്ട. എന്തുകൊണ്ട്? മിൻ ആദാബിൽ ജുമുഅ. ഓൻ കൃഷിഭവനിൽ കമ്മിറ്റി ആയിക്കോട്ടെ, ഇവിടെ ആവണ്ട. പിന്നെ ധാരാ നോക്കുക? ഇത് എൻ്റെ ബാപ്പ നോക്കേണ്ട ആവശ്യമല്ല, അള്ള നോക്കും. ഇതെൻ്റെ ബാപ്പാന്റെ മുതലല്ല, പടച്ചോന്റെ മുതലാണ്. പടച്ച നമ്പുരാൻ ആളിറക്കും, ഇജ്ജ് പേടിക്കണ്ട. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഒന്നും വിചാരിക്കരുത്. ചിന്തിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. മനസ്സ് തുറക്കുക. അള്ളാഹു തല തൗഫീക്ക് തരട്ടെ. അവിടുന്ന് സുന്നികൾ മാറിയിട്ടുണ്ട്. സുന്നികൾ ഇപ്പോൾ ഒരു ശക്തിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശക്തി സുന്നികൾ തന്നെയാണ് എന്നും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നമ്മളാണ് മാറിക്കൊടുത്താൽ ഇഷ്ടംപോലെ ആൺകുട്ടികളെ രംഗത്ത് വരാനുണ്ട്. ഇപ്പോൾ പഴയതുപോലെ ഒന്നുമല്ല. അൽഹംദുലില്ലാഹ്. അൽക്കൗഫോടുന്നവര്, 1000 സ്വലാത്ത് ദിവസം ചെല്ലുന്നവര്, നല്ല നല്ല മനുഷ്യന്മാര്, പൈസക്കാര്, നിഅമത്തുള്ളവരൊക്കെ ഇപ്പം ഉണ്ട്, എമ്പാടുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന. പിന്നെ അതേപോലെ വഖത്തിന്റെ ജമാഅത്ത്. ഒരു 10 മിനിറ്റ് കൂടി പറഞ്ഞൂടെ? നേരം വൈകോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവോ? ഒരു 10 മിനിറ്റ് നീട്ടൂല്ല. അതേപോലെ വഖത്തിന്റെ ജമാഅത്ത് ശ്രദ്ധിക്കണം. എല്ലാ കമ്മിറ്റിക്കാരും സുബൈക്കെങ്കിലും നാട്ടിലുണ്ടല്ലോ, ഇല്ലേ? പറയും മനുഷ്യന്മാരെ. സുബൈക്ക് നാട്ടിലില്ലാത്തത് ഭാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതുകൊണ്ട് കൂടെ നിന്ന് കൊടുത്തു. അങ്ങനെ കുറഞ്ഞ ആളുകളല്ലേ ഉണ്ടാവുള്ളൂ. എല്ലാവരും ഭാര്യ ആശുപത്രിയിലാവോ? പറയും മനുഷ്യന്മാരെ. ഇനി എല്ലാവരും കമ്മിറ്റിക്കാരെ ഭാര്യമാരും ആശുപത്രിയിലാണെങ്കിൽ അവിടെ നമുക്കൊരു മജ്‌ലിസ് നൂറ് നടത്തിയിട്ട് ഷിഫാക്ക് വേണ്ടി വേറെ ദ്വാരക്കാം. അല്ല, എന്ത് ചെയ്യണം? കമ്മിറ്റിക്കാർ. ഞാൻ ഈ സുബഹി പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ബാക്കിയുള്ളതിനൊക്കെ ഉതിറുണ്ടാവും. എന്ത്? ളുഹറ് ഞാൻ കോഴിക്കോട് വിട്ടുപോയി, അസർ ഞാൻ കൊയിലാണ്ടിയിൽ നിന്ന് വരാൻ കഴിഞ്ഞില്ല, ഒരു കല്യാണ നിശ്ചയം ഉണ്ടായിരുന്നു സാറേ. മഗ്‌രിബ് ഞാനത് എത്തിയില്ല, ഞാൻ അവിടെ കൂടിയത് ഉള്ളേരി കൂടി, അങ്ങനെയൊക്കെ പറയാം. ഇശ എല്ലാം ഞാൻ നാട്ടിലെത്തിയപ്പോൾ പറ്റ നേരം വൈകിട്ടുണ്ട് ഒക്കെ പറയാം. സുബഹിയോ? കമ്മിറ്റിക്കാർ നിർബന്ധമായും എന്ത് വേണം? സുബഹി ജമാഅത്തിനുണ്ടാകണം. സുബഹി നിങ്ങൾ എൻ്റെ കൂടെ അല്ലേ? എല്ലാ ജമാഅത്തിനും ഉണ്ടാവണം. പക്ഷെ സുബഹി ജമാഅത്ത് എന്താണെങ്കിലും ഉണ്ടാവണം. കഴിയൂലേ? ഇജി കമ്മിറ്റി ആവണ്ടെങ്ങായി ഞാനായില്ലെങ്കിൽ നടക്കോ? ഇജി പണി തീർന്നാ നടക്കൂലേ? പണി തീർന്നാ നടക്കൂലടോ. എന്നെ ഇവിടെ പേക്കാക്കുമല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക്, ഖബറിൻ്റെ ഉള്ളിലേക്ക് എന്നെ പേക്കാക്കിയാൽ പള്ളി പൊളിക്കുക. ബേജാറാണ്ട. അള്ളാന്റെ കോടതിയിൽ പറയും, പടച്ചോനെ അങ്ങനത്തെ നിയമം അന്ന് പറഞ്ഞത് കൊണ്ട് പടച്ചോനെ ഞാൻ രക്ഷപ്പെട്ടു. മനസ്സിലായില്ല? ആരും മനസ്സിലായില്ലേ? ഒരാൾ നന്നാകാൻ കാരണം കമ്മിറ്റി ആയതുകൊണ്ട് നന്നായാലോ? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇയാളെങ്കിലും നന്നാക്കണ്ടേ? നാട്ടുകാരൊക്കെ നന്നാക്കാനപ്പം നിങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. അത് ഇജ്ജാണ്ടേ, ഞാൻ നന്നാണ്ടേ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പറയും മനുഷ്യന്മാരെ. നാട്ടുകാർ നന്നാവണതിന് മുമ്പ് ആരും നന്നാവണ്ടേ? അല്ല, നിങ്ങളിപ്പോൾ ഇതുവരെ എടുത്ത ക്ലാസ് എന്താ? പറയ്, ഇതുവരെ എടുത്ത ക്ലാസ് എന്താ? എല്ലാവരും പറഞ്ഞെന്താ? നാട്ടുകാർ നന്നാവണം. നാട്ടുകാരല്ല മനുഷ്യ ആദ്യം നന്നാവണ്ടേ? നമ്മളല്ലേ?
നമ്മൾ നന്നാവാതെ നാട്ടുകാർ നന്നാവണേന് എന്ത് മാനയുള്ളത്? അത് ഞാനല്ലേ നന്നാവണ്ട്, അത് നീയല്ലേ നന്നാവണ്ട്. നമ്മൾ നന്നായാലോ ഒക്കെ ഉണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് എന്ത് വേണമെന്നാൽ ഏറ്റവും ചുരുങ്ങിയത് സുബഹി ജമാഅത്തിനെങ്കിലും കമ്മിറ്റിക്കാർ പങ്കെടുക്കണം. അല്ലെങ്കിൽ ഉദർ പറയണം, വയറ്റ് നോക്കായിരുന്നു. എല്ലാ ദിവസവും വയറ്റ് നോക്കുണ്ടാവില്ലല്ലോ. എല്ലാ ദിവസവും വയറ്റ് നോക്കുണ്ടാകണമെങ്കിൽ മൂപ്പരെ നമുക്ക് കമ്മിറ്റിയുടെ ചെലവിൽ ചികിത്സിക്കാം. നടക്കൂല. അല്ലാതെ കണ്ടവർക്കൊക്കെയാണ് കയറി വരിക, കണ്ടവർ മുഴുവനുമാണ് കയറിക്കൂടുക. ഞാൻ നാട്ടിൽ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സുന്നത്ത് പറഞ്ഞുതരാം. സുബഹി ജമാഅത്തിന് മുമ്പ് ബാങ്കിന് ശേഷം വടക്കോട്ട് തലയും തെക്കോട്ട് കാലുമായിട്ട് ഖിബില കൊള്ള ചെരിഞ്ഞ് കിടക്കുന്ന ഒരു സുന്നത്തുണ്ട്. അതിനിടയിൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. ഫജ്റിന്റെ സുന്നത്ത് നിസ്കാരത്തിന് ശേഷം സുബഹി ജമാഅത്ത് തുടങ്ങുന്നതിന് മുമ്പ്. ഇത് ഇഷ്ടം പോലെ ആളുകളെ നമ്മളെ കുട്ടിക്കാലത്ത് പള്ളികളിൽ കാണായിരുന്നു. ഇന്ന് അങ്ങ് സുന്നത്ത് ഇപ്പോൾ മരിച്ചു പോയിട്ടുണ്ട്, കാണാനില്ല. എനിക്കിങ്ങനെ തോന്നുക, ഇനിയൊരു 10 കൊല്ലം കഴിഞ്ഞിട്ട് പുതിയ തലമുറയിലെ കമ്മിറ്റിക്കാര് പള്ളി കയറുന്ന നേരത്ത് മോലിയാർ ഈ കടത്തം കിടക്കുകയാണെങ്കിൽ നാട്ടിൽ പിറ്റേന്ന് ചായപ്പൊടി പോയി പറയും, മൂപ്പര് പോത്ത് കിടക്കുമ്പോൾ കിടക്കുക. ഞാൻ എൻ്റെ മരുമോനെ പിന്നെ എയർപോർട്ടിൽ വിട്ടിട്ട് വരികയായിരുന്നു. അപ്പം പള്ളിയിൽ ഒന്ന് കയറി പോകാലെന്ന് വിചാരിച്ചു. മോലിയാർ ഒറ്റ കടത്ത, ഇയാളൊന്ന് പിരിച്ചു വിടണം. എന്തുകൊണ്ട്? അവൻ്റെ അളവിൽ അങ്ങനത്തെ സുന്നത്ത് പറയില്ല. ഇതിങ്ങനെ നീണ്ടു കിടക്കുന്ന ഇഷ്ടം പോലെ അല്ലേ ഇഷ്ടം പോലെ ആളുകളെ നമ്മളെ കുട്ടിക്കാലത്ത് കണ്ടിട്ടില്ലേ? ആ സുന്നത്ത് ഇപ്പം നാട്ടിൽ കാണാനല്ല. ഉമറാക്കൾക്കൊക്കെ അറിയുന്നൊരു സുന്നത്താണ്. എന്ത്? തലമൂത്ത ആളുകൾ ജമാഅത്ത് പള്ളിയിലും ഈ വിഷയത്തിനൊന്നും തൽപരരല്ല, അറിയൂല. എത്രയാണ് അതിൻ്റെയൊക്കെ കൂലി? ആ ഒരു അല്പനേര കടത്തത്തിൽ ഒരു മനുഷ്യന്റെ അക്കലിന് അല്ലാഹു തആല വലിയ കഴിവ് കൊടുക്കുന്നതാണ്. ഭയങ്കര കിടത്താണ്, കുറഞ്ഞ നേരം മതി. ഒരു സൂറത്തുൽ ഇഖ്ലാസിനെ നേരെ കിടക്കുള്ളൂ, പക്ഷേ അതൊരു കിടത്താണ്. വടക്കും മറ്റും ഭയങ്കര ബന്ധ ബുദ്ധിക്ക്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചിന്തിക്കണം. പിന്നെയോ സുബഹിയുടെ മുമ്പുള്ള ഫജ്റിന്റെ 2 റക്അത്ത് സുന്നത്ത് ഖൈറുൻ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ദുനിയാവിൽ എന്ത് കിട്ടുന്നതിനേക്കാളും നല്ലത് സുബഹിയുടെ മുന്നിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കലാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇതിനൊക്കെ തയ്യാറില്ലേ കമ്മിറ്റിക്കാർ? അന്നത്തെ സുന്നത്ത് ഈ ലോകം മുഴുവൻ കിട്ടുന്നതിനേക്കാൾ നല്ലത് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്താണ്. അത് കമ്മിറ്റിക്ക് പോലും ഇല്ലെങ്കിൽ പിന്നെ എന്ത് വിലയാണ് ആ മാലിനുള്ളത്? പിന്നെ എന്ത് ദീനാണ് അവിടെ ഉള്ളത്? ഇത് കർശനമാക്കണം. അൽഹംദുലില്ലാഹ് സമൂഹം മാറിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല പ്രശ്നങ്ങളെ പരിഹരിച്ചു തരട്ടെ. പിന്നെയോ ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ. തന്ത്രത്തിലൂടെ ഒരു മഹല്ല് പുതിയ ഒരാൾ പ്രസിഡന്റായി. അത് കുറച്ച് വളവുള്ള ഒരാളായിരുന്നു. അയാൾ പള്ളി ജമാഅത്തും മറ്റൊക്കെ ആയപ്പോൾ അയാൾക്ക് തോന്നി ആളില്ല. 10, 25, 35 ആളുകൾ നിൽക്കുന്ന മഹല്ലിൽ ജമാഅത്തിന് സൊഫിൽ സുബൈക്ക് 2-3 ആളുകൾ. അപ്പോൾ ഇയാളിങ്ങനെ ആലോചിച്ച് എന്താ ഞാൻ ചെയ്യുക? അയാൾ പിറ്റേ ദിവസം കമ്മിറ്റി അടിയന്തരം വിളിച്ചു, സുബൈക്ക് ജമാഅത്തിന് ആളെ കിട്ടണം, എന്താ ചെയ്യുക? അപ്പോൾ ആളുകൾക്ക് എന്താ അതൊക്കെ ഇവിടെ അങ്ങനെ തന്നെയല്ലേ, അങ്ങനെ ആവാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ കമ്മിറ്റി ആകണതിന് എന്ത് വിലയുള്ളത്? നമ്മളൊരു കാര്യത്തിൽ ഇപ്പോൾ ഒരാൾ പന്തളി നടത്തുകയാണെങ്കിൽ ഗാലറിയിൽ പരമാവധി ആളുണ്ടാക്കുക എന്നുള്ളത് അയാളുടെ ഉത്തരവാദിത്തമാണ്. ഇത് നമ്മൾ കമ്മിറ്റി ആയിട്ട് പള്ളിയിൽ ആളില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ വെച്ചു? ഒന്നാമതായി ചെയ്യാനുള്ളത്, നമ്മൾ രാവിലെ പള്ളിയിൽ നിന്ന് ഒരു ചായയും കടിയും കൊടുക്കുമെന്ന് അറിയാം. ചായയും കടി ഒരാഴ്ച എൻ്റെ വകയാണ് പറഞ്ഞു. അപ്പോൾ വൈസ് പ്രസിഡന്റ് പറഞ്ഞു അടുത്ത ആഴ്ച എൻ്റെ വകയാണ്. മനസ്സിലായില്ല? ചായയും ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞാൽ വേഗം ശ്രദ്ധിക്കണേ. ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ അതിന് ദുആ കഴിഞ്ഞാൽ നേരെ പുറത്തിറങ്ങിയാൽ ഒരു ചായ നല്ല കടിയും. പുഴകൾ തിന്നിട്ടില്ലെങ്കിലും പള്ളിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇതിനല്ലേ പള്ളിൻ്റെ, ഇതിനല്ലേ പൈസ? അല്ലാതെ എന്തിനാ ഈ പൈസ? ഇന്നിപ്പോൾ പള്ളി കമ്മിറ്റി ചെയ്യുന്ന പണി എന്തെന്നാൽ മൂത്രം പാത്ത് ഇവിടെ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ വലിയ മോടി കൂട്ടിയിട്ട് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അടുത്ത പ്രസിഡന്റ് ഒന്നും അത് ശരിയല്ല, അവിടുന്ന് കുത്തി പൊളിച്ചിട്ട് അപ്പുറത്ത്.
ഒരു 2, 3, 4 വട്ടം മൂത്രം പാത്തുന്ന സ്ഥലം മാറ്റിയ പള്ളിയൊക്കെ ഈ ഒരു 10-20 കൊല്ലത്തിനുള്ളിൽ എനിക്കറിയും. ഇത് വെറുതെ മാറ്റി തന്നെ, വെറുതെ അങ്ങോട്ട് മാറ്റുക. വേറെ ഒരു പണിയില്ല, അതന്നെ മാറ്റുന്ന പണി തന്നെ. പള്ളി കുറേ മോടി കൂട്ടി. ഇതിനകത്ത് മോടി കൂട്ടാൻ തെറ്റല്ല. പള്ളി മോടി കൂട്ടുന്നതിനേക്കാൾ വലുതാണ് പള്ളിയിൽ ആളുണ്ടാവുക. ഇങ്ങനെ ഇയാളാണ് പ്രഖ്യാപിച്ചു, അപ്പോൾ ആളിന് വന്നു. ആള് വന്ന് നല്ല ആളായി. പിന്നെ അയാൾ എന്ത് ചെയ്തെന്നാൽ അയാൾ എന്ത് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പിന്നെ ഓരോരുത്തർക്കും എന്ത് ചെയ്യാം, ഒരു പ്രത്യേക ലഡ്ജർ. ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാം ഇമാമ് കെട്ടുന്നതിന് മുമ്പ് പള്ളിയിൽ എത്തിച്ചേർന്ന ആളുകൾ എന്ത് ചെയ്യും, ഒരു പ്രത്യേകമായി അവർ ടിക്കറ്റ് പോകണം, ഒപ്പിട്ട് പോകണം. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജമാഅത്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സുബഹിക്ക് പള്ളിയിലെത്തിയ ആളുകൾക്ക് സമ്മാനം കൊടുക്കും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. പിന്നെ ആളെല്ലാവരും അങ്ങനെ ആയാൽ അവസാനം എന്ത് ചെയ്യും, നറുക്കിട്ടിട്ട് തീരുമാനിക്കും. ആളോട് കൂടി ജുമാൻ്റെ ആൾ എപ്പോ പറ, ജുമയുടെ ആൾ എവിടെ എപ്പോ, സുബഹിക്ക്. ഇതിനാരും പൈസ ചെലവാക്കണ്ട. പള്ളി പ്രസിഡന്റ് പറഞ്ഞാൽ, സെക്രട്ടറി പറഞ്ഞാൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. ഇപ്പം നിങ്ങൾ നാട്ടു ദർശകളെ പറ്റി പറഞ്ഞു. നാട്ടു ദർശനം ഞാനൊരു വളവ് പറഞ്ഞുതരാം. എത്രയോ സ്ഥലത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഞാൻ വളവ് പറഞ്ഞുതരാം. എന്ത്, സുബഹി നിസ്കരിച്ചാൽ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ, വെക്കേഷൻ കാലത്ത് സ്കൂളില്ലാത്ത ദിവസം നാട്ടു ദർസ് അവര് രാവിലെ ഒരു ചായയും ബിസ്ക്കറ്റും കൊടുക്കും സുബഹി നിസ്കരിച്ച കുട്ടികൾക്ക്. പിന്നെ അവര് ഒന്ന് ഓത്ത് ക്ലിയറാക്കുക, തജ്വീദ്. പിന്നെ ഖുർആനും ഹദീസും 2 പീരിയഡ്. അത് കഴിഞ്ഞ് 8:30 ക്ലാസ് വിട്ടു. അന്ന് സ്കൂളില്ലാത്ത ദിവസം 8:30 ക്ലാസ് വിട്ടു. അപ്പോൾ പള്ള നിറച്ച് പത്തിരിയും കോഴിയും കൊടുക്കും, അല്ലെങ്കിൽ പത്തിരിയും ബീഫും കൊടുക്കും. പത്തിരിയും ബീഫും കിട്ടും എന്നാണ് പറഞ്ഞാൽ ഏത് അലവലാതി വരും. വകല്ലാത്തവനല്ല, പള്ളിയിൽ നിന്ന് തിന്നാൻ കിട്ടാന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്കൊരു സന്തോഷമാണ്. ആണോ അല്ലേ? നിങ്ങൾക്ക് അങ്ങനത്തെ വികാരം ഉണ്ടോ അല്ലേ എന്ന് എനിക്കറിയില്ല. നിങ്ങളെ അവസ്ഥ എന്താണ്? എനിക്കത് ഭയങ്കര സന്തോഷമാണ് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അത് ഭയങ്കര സന്തോഷമാണ് അല്ലേ? അതൊരു ചാലഞ്ച് പോലെ നമ്മൾ എണീറ്റ് പോകും. എന്നോട് ഒരു സ്ത്രീ, എൻ്റെ ബന്ധുസ്ത്രീ പറയാണ്, അവിടെ ഉള്ള ഒരു ബന്ധുസ്ത്രീ എന്നോട് പറയാണ്, എനിക്ക് അറിയോ മമ്മദാക്കാൻ്റെ പരിപാടി രാവിലെ സുബഹിൻ്റെ നേരം കഴിയാനായി മനുഷ്യ, നിങ്ങളൊന്ന് എണീക്കെന്ന് പറഞ്ഞാൽ എണീക്കാത്ത മൂപ്പര് പിന്നെ എന്നോട് 2-2:30 മണിക്കൊക്കെ കൊടുത്തു. പള്ളിയിൽ നിന്ന് ചായം കടിയും കിട്ടുമെന്ന കാരണത്താൽ എനിക്ക് കടന്നുറങ്ങാൻ സുഖമില്ലാതെ ഇയാളെ കൊണ്ട് 2 മണിക്കൊക്കെ എണീറ്റിട്ട് വാശി നോക്ക്, നേരെ 6:10 മനുഷ്യ വന്ന് എണീക്കെന്ന് പറഞ്ഞിട്ട് ഉരുട്ടി ചവിട്ടി വിളിച്ചാൽ എണീക്കാത്ത കാക്ക പറ. 2 മണിക്ക് എണീറ്റ് ഭാര്യ ഞെട്ടിച്ചാടിയിട്ട് അല്ല വാങ്ങോട്ടോ. എന്തുകൊണ്ട്? ചായം കടി കിട്ടും. എവിടെ? പള്ളിയിൽ എല്ലാവരും ഉണ്ട്, ഒരു ഉത്സവം പോലെ. അതല്ലേ ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ, തന്ത്രത്തിൽ ആളുകളെ ക്ഷണിക്കണം. ഇനി ആരാ എല്ലാവരും കൊടുക്കും? ഒരു പള്ളിയിൽ സുബഹിക്ക് ജമാഅത്തിന് വരുന്നവർക്ക് ഒരു ചായം കടി കൊടുക്കാൻ തീരുമാനിച്ചാൽ അതൊക്കെ ഓരോ കാലത്ത് നടപ്പിലാക്കണ്ടേ? ഓരോ വിഷയങ്ങൾ പറയും, ഓരോ കാലത്ത് ആ കാലത്തെ വിഷയം നടപ്പിലാക്കണ്ടേ? അപ്പം ഇന്ന് ഞാൻ കൊടുക്കാം, എന്നാ നാളെ എന്നാ മറ്റന്നാൾ നമ്മളിപ്പോൾ മജ്‌ലിസുന്നൂർ നടക്കുന്നത് വരെ മാസത്തിൽ പോത്തിനറുത്ത് മജ്‌ലിസുന്നൂർ നടത്തുന്ന മഹല്ലുകളില്ലേ? ഉണ്ടോ അല്ലേ? ഓരോ മഹല്ലിൽ പോത്തിനറുത്ത് മജ്‌ലിസുന്നൂർ മാസം നടക്കുന്ന 1000കണക്കായ മഹല്ല് കേരളത്തിലുണ്ട്. അതേ സമയത്ത് ഇത് തുടങ്ങുന്നതിന് മുമ്പ് ബദരീങ്ങളാണ്ടിൻ ഒരു പോത്തിനറുക്കാൻ പൈസ ഇട്ടാത്ത കാലം ഉണ്ടായിരുന്നു. ആണോ അല്ലേ? പറയും മനുഷ്യന്മാരെ. നമ്മൾ തയ്യാറായ ജനങ്ങൾ തയ്യാറാവും. മാത്രമല്ല ജനങ്ങൾ അഡ്വാൻസ് മൂല്യരോട് വന്ന് പറയും, അടുത്ത ഒരാഴ്ച ഫുള്ള് എൻ്റെ വകട്ടാ, ഞാനാണെന്ന് പോലും പറയണ്ട. ഇപ്പം നമ്മളെ കുറച്ച് പുതിയ ആളുകളുണ്ട്, അൽഹംദുലില്ലാ. ഉസ്താദേ ഞാനാണെന്ന് പോലും പറയണ്ട, നിങ്ങൾ പൈസ ചെലവായിക്കോളൂ, എത്ര പൈസ ഞാൻ തരാം. അതായത് അള്ളാൻ്റെ അടുക്കൽ കൂലി കിട്ടണമെന്ന് വിചാരിക്കുന്ന ആളുകളില്ലേ? പറയൂ, ഇല്ലേ? എത്രയുണ്ട്. അവൻ്റെ പേര് വരൽ അവൻ്റെ ഉദ്ദേശം എത്രയോ. നമ്മുടെ ജനങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ നീട്ടുന്നില്ല. ഇതൊക്കെ വളരെ ഗൗരവമായി ചിന്തിക്കണം. അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ക്ലിയറാക്കുക. കമ്മിറ്റി ഇതൊക്കെ ലെവലായാൽ കമ്മിറ്റിക്കോ മോലിയർക്കോ ഒരു കമ്മിറ്റി കൂടുമ്പോൾ 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാൽ മോലിയർ വരിക, എന്നിട്ട് എന്ത് പറയാ, ഇപ്പം നമ്മൾ ഏകദേശം ലെവലായിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തഹജ്ജുദ് നിസ്കാരങ്ങൾ ശരിയാക്കണം.
പടച്ചോനെ എന്നെ നന്നാക്കണം, എൻ്റെ നാടിനെ നന്നാക്കണം. കമ്മിറ്റിക്കാരൻ മനസ്സിലായി. 3 ആളെ ദുആ അല്ലാഹ് തട്ടൂല. മനസ്സിലാവണില്ലേ? 3 ആളെ ദുആ അല്ലാഹു തആല തട്ടൂല. ഒരാളാരാ? ഇമാമുൻ ആദിലുൻ, നീതിമാനായി മുന്നിൽ നിൽക്കുന്ന ആള്. ഒരു നാട്ടിലെ മുന്നിൽ നിൽക്കുന്ന ആളാണ് ആര്? പള്ളി കമ്മിറ്റി. മനസ്സിലായില്ല? പള്ളി കമ്മിറ്റി ആ നാട്ടിൽ മുന്നിൽ നിൽക്കുന്ന ആളല്ലേ? ആണല്ലോ. ആ നാട്ടിലെ പ്രതിസന്ധിയിൽ രാത്രി തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ഇറക്കുക ആര്? പള്ളി പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റിക്കാരൻ ദുആ ചെയ്താൽ ഉത്തരം ഉറപ്പാണ്. നിങ്ങൾ ഈ ഒളിച്ചോടി എന്നൊക്കെ പറയുന്ന കാര്യം എന്താ അറിയോ? മഹലിൽ ആത്മാവില്ലാത്തതുകൊണ്ടാണ്. മഹലിനൊരു ആത്മാവുണ്ട്. ഒളിച്ചോടാനൊന്നും പറ്റൂല. മഹലിന് ബാരിക്കേഡ് കിട്ടും മലക്കുകൾ. നിങ്ങൾ ഇതിൻ്റെ കൂടെ അല്ല. ബാരിക്കേഡ് നമ്മൾ കെട്ടിയാൽ ആരും പോവും. ആര് കെട്ടും? പറ. എന്താ ഈ പറയുന്നത്? ബാരിക്കേഡ് മലക്ക് കെട്ടൂലേ? പറ കുട്ടി, മലക്ക് കെട്ടൂലേ? കെട്ടും. ആ നാട്ടിലെ കാതി കാരണവന്മാർ അള്ളാന്റെ ആളുകളാണെങ്കിൽ അവിടുന്ന് ഒരു പെൺകുട്ടിക്ക് ഒളിച്ചോടാൻ കഴിയൂല, നടക്കൂല. അവിടെ ഒരു ശത്രു ഒന്നും ചെയ്യൂല. ജുമാന്റെ കുത്തുപോകുന്ന നേരത്തല്ലേ 500 കിലോമീറ്റർ ദൂരമുള്ള നഹാവണ്ടിലെ ആളുകളെ നിയന്ത്രിച്ചത് ഉമർ ബിൻ ഖത്താബ് അല്ലേ? പറയും മനുഷ്യന്മാരെ. മഹാനായ സയ്യിദ് ഉമർ ബിൻ ഖത്താബ് ഇവിടെ കുത്തുപോകുക, അവിടെ യുദ്ധം നിയന്ത്രിക്കുക. അവരനുയായികളല്ലേ നമ്മള്. മനസ്സിലായില്ലേ പറഞ്ഞത്? കഴിയും. ഒരു പേടിയും വേണ്ട. ചിന്തിക്ക്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നമ്മളാവണം. നിങ്ങളൊന്നും വിചാരിക്കരുത്. ഞാൻ എൻ്റെ കൽബിൻ്റെ ആഗ്രഹമാണ് പറയണത്. നമ്മുടെ സമുദായം നന്നാവണം.